ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പി കാണാം. അതിനായിട്ട് അതിന് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് പട്ടിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വറ്റൽമുളക് ചെറുതായി ഒന്ന് കുത്തിച്ചതച്ചത് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് സോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ലെമൺ സെസ്റ്റും അതുപോലെ ലെമൺ ജ്യൂസും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലെമൺ കൊറിയാണ്ടർ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗോബി മഞ്ചൂരിയൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്